ഒരു കാര്യം വളരെ വ്യക്തമാണ്. മറ്റേ ട്രംപിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല നയതന്ത്രജ്ഞതയും ഒരു ബിസിനസ് കാര്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീർച്ചയായിട്ടും അമേരിക്ക കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രാഷ്ട്രമാണ്. അവർ കുറച്ചും കൂടിയൊക്കെ ബാർഗെയിൻ ചെയ്യും. പ്രത്യേകിച്ച് ട്രംപ് ആ ഒരു ബാർഗെയിനിങ്ങിൻ്റെ ആളാണ്. അദ്ദേഹം അടിമുടി കച്ചവടക്കാരനാണ്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും സുഹൃത്ബന്ധം ഒന്ന്, അതിനപ്പുറത്തേക്ക് ബിസിനസ് വേറെ. കാരണം എസ്കേനിയും ട്രംപ് മോദിയെ കാണുന്നതിന് മുമ്പ് 1 മണിക്കൂർ മീഡിയയോട് സംസാരിച്ചിരുന്നു. അതിൽ മുഴുവൻ സംസാരിച്ചത് നികുതിയെക്കുറിച്ചാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ട്രംപ് പറഞ്ഞത് ഡിക്ഷണറിയിലെ ഏറ്റവും സുന്ദരമായ പദമാണ് നികുതി അല്ലെങ്കിൽ ടാരിഫ്. അപ്പോൾ അത് ചുമത്തി എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളതാണ് ട്രംപിൻ്റെ നീക്കം. അത് തന്നെയാണ് അവിടെ നടന്നത്. എന്ന് മാത്രമല്ല എലോൺ മസ്കിനെ പോലൊരാൾ അവിടെ മുഴുവൻ ഓവറോൾ ചെയ്ത് നിൽക്കുന്നു. ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്, ഈ ട്രംപ് എലോൺ മസ്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറയാണ്. എന്ന് വെച്ചാൽ ടെസ്ല കാർ ഇന്ത്യയിൽ വന്നിട്ടില്ല. ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റവും പ്രിയമുള്ള കാറാണ്. ഒരു മാർക്കറ്റിംഗ് പരസ്യം പോലും കൊടുക്കാതെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാറായിട്ട് ടെസ്ല ഇലക്ട്രിക് കാർ മാറിയത്. സ്വാഭാവികമായിട്ടും എലോൺ മസ്കും നരേന്ദ്രമോദിയും തമ്മിൽ, പ്രധാനമന്ത്രിയും തമ്മിൽ ട്രംപിനെ കാണുന്നതിന് മുമ്പ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. വിവേക് രാമസ്വാമിയായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കിൾ വാൾസായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ പലരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഒരുപക്ഷെ നമുക്ക് ആശങ്കപ്പെടാനുള്ള വേദി ഒരുപക്ഷെ ഉള്ളത് H-1B വിസ അമേരിക്ക കൊടുക്കുന്നതിൽ 72% ഇന്ത്യക്കാർക്കാണ്. പക്ഷേ ഇപ്പോൾ അത് ചൊല്ലി വലിയ ഒരു കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നു. എലോൺ മസ്ക് പറയുന്നു H-1B വിസയിലാണ് ഏറ്റവും മിടുക്കന്മാർ കയറി വരുന്നത്, അത് തടയാൻ പാടില്ല. പക്ഷേ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന തീവ്ര വലതുപക്ഷവാദികൾ പറയുന്നത് H-1B വിസ റെഡ്യൂസ് ചെയ്യണം, അത് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സംബന്ധിച്ച് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും കടുത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പം തന്നെ ഓയിൽ, അപ്പോൾ എണ്ണയും അതുപോലെ തന്നെ പ്രകൃതി വാതകങ്ങളും ഇന്ത്യക്ക് കൊടുക്കാൻ മാത്രം അമേരിക്കയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ അവർ തയ്യാറാണ്. ഇന്ത്യ അത് വാങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. ആയുധങ്ങൾ നൽകാൻ തയ്യാറാണ്. നേരത്തെ ആയുധങ്ങൾ നൽകാൻ തയ്യാറല്ലായിരുന്നു. എസ്കേൻ അറിയാം, പാകിസ്ഥാനിൽ നടത്തിയ യുദ്ധങ്ങളിൽ ഇന്ത്യ ആ സമയങ്ങളിലൊക്കെ, കാർഗിൽ യുദ്ധത്തിലൊക്കെ ആയുധം ആവശ്യപ്പെട്ടിരുന്നു, അമേരിക്ക നൽകിയില്ല. ഇന്ന് അമേരിക്ക ഇന്ത്യക്ക് ആയുധം നൽകാൻ തയ്യാറാവുന്നു. ഡ്രോണുകൾ നൽകി, ഇനി മറ്റു ആയുധങ്ങളും, പ്രത്യേകിച്ച് F-13 സ്റ്റെൽത്തർ വിമാനം, ഫൈറ്റർ ജെറ്റ് നൽകാമെന്ന് പറയുന്നു. ഇന്ത്യക്ക് ഇതുവരെ F-16 ആ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളൊന്നും നൽകിയിട്ടില്ല, ഒക്കെ പാകിസ്ഥാൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വലിയ വ്യത്യാസമാണ്. പിന്നെ ചൈനയുമായിട്ടുള്ള കാര്യത്തിലും അതിശക്തമായിട്ടുള്ള നിലപാടാണ് ട്രംപും മോഡിയും പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്വാഡ് സഖ്യത്തിന്റെ യോഗം ഇന്ത്യയിൽ നടത്താൻ പോകുന്നു. ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ വാഹമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നാണ് ഹഗിൽ പറഞ്ഞത്. ഐ മിസ് മോഡി എ ലോട്ട്. ഞാൻ മോഡിയെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്ന് ട്രംപ് പറഞ്ഞു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട